മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ തന്റെ മുത്തശ്ശിയെയും അച്ഛനെയും കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അവരുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ കണ്ട് അവളാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. കള്ളക്കേസാണെന്നും തന്റെ അച്ഛനെയും മുത്തശ്ശിയെയും വെറുതെ വിടണമെന്നൊക്കെ പോലീസുകാരനോട് പറയുന്നുണ്ടെങ്കിലും ആദ്യം നീ നിന്റെ അമ്മയെ ചെന്ന് കാണ്, എന്നിട്ട് അവരുടെ അവസ്ഥ കണ്ട് ഇത് കള്ളക്കേസാണോ അതോ സത്യമാണോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുമെന്ന് പറയുകയാണ്. എന്തായാലും പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട്, ഞങ്ങൾ ജയിലിലേക്ക് പോകും മോളെ, മോള് ചെന്ന് ആ മോഹിനിയുടെയും മഹാലക്ഷ്മിയോടും കാര്യങ്ങൾ പറയും, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് റിലീസ് ചെയ്യാൻ പറയും. ഇത് കേട്ട് കരുണ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാ അവരുടെ കാല് ചെന്ന് പിടിക്കുക, അല്ലാതെ വേറെ വഴിയില്ല മോൾ, ഞങ്ങൾ ജയിലിലേക്ക് പോണോ അതോ നിന്റെ കൂടെ കാണണമോ? അങ്ങനെ കരുണയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം കണ്ണനാവട്ടെ അവിടെ നിന്നും ഇറങ്ങി കാറിലേക്ക് കയറിയിട്ടുള്ളൂ. അങ്ങനെ കരുണയെ കാണുമ്പോൾ തന്നെ അവൻ മറിഞ്ഞു നിൽക്കുന്നുണ്ട്. ഭാഗ്യവശാൽ കരുണയാണെങ്കിൽ കണ്ണനെ കാണുന്നില്ല. പിന്നീട് അവിടെ വെച്ച് മഹാലക്ഷ്മിയോടും അനന്തുവിനോടും ലേഖയോടും കരുണ തർക്കിക്കുന്നുണ്ട്. മഹിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അനന്തുവാണെന്നും അതുകൊണ്ടാണ് താൻ ഇത്രയും താല്പര്യം കാണിക്കുന്നതൊക്കെ തന്നെ കരുണയാണെങ്കിൽ അനന്തുവിൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ, ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് ലേഖയാണെങ്കിൽ അവളെ ആട്ടി വിടുന്നുണ്ട്. തൻ്റെ അമ്മയെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറയുമ്പോൾ മഹിയാണെങ്കിൽ ചെന്ന് കണ്ടോളാനായിട്ട് പറയുന്നു. അങ്ങനെ കരുണ അകത്തേക്ക് പോയ തക്കം നോക്കിയിട്ട് വേഗം തന്നെ മഹി കണ്ണൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കണ്ണേട്ട, ഭാഗ്യവശാൽ അവൾ കണ്ടിട്ടില്ല, എത്രയും പെട്ടെന്ന് പോകാൻ നോക്കും. അങ്ങനെ അനന്തവും ലേഖയും അത് തന്നെയാണ് പറയുന്നത്. അവളിനി തിരിച്ചു വരുമ്പോഴേക്കും കണ്ണേട്ടൻ ഇവിടെ നിന്നും പോയിക്കോ, സംശയം തോന്നണ്ട എന്നൊക്കെ. അങ്ങനെ മഹി പറയുന്നുണ്ട്, ഞാൻ അമ്മയെ ചെന്ന് കാണാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, കണ്ണേട്ടൻ ഇവിടെ നിന്നും പോകണല്ലോ, മാത്രമല്ല അമ്മയുടെ അവസ്ഥ കൂടി അവൾ കാണണം, എന്നിട്ട് പറയട്ടെ തെറ്റ് ആരുടെ ഭാഗത്താണെന്നും. അങ്ങനെ അനന്തു ലേഖയും പറയുന്നുണ്ട്, അവൾ ശരിയും തെറ്റൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല മഹി, കാരണം അപ്പുറത്ത് നിൽക്കുന്നത് മുത്തശ്ശിയും അച്ഛനുമാണ്, അതുകൊണ്ട് അവൾ ആ പാവം അമ്മയെ ഒരിക്കലും മനസ്സിലാക്കില്ല എന്ന് മഹിയോട് ലേഖ പറയുന്നു. എന്തായാലും ഇനി അവളുടെ അപമാനങ്ങളൊക്കെ സഹിച്ച് കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ലെന്നും തിരിച്ച് നല്ല മറുപടി കൊടുക്കണമെന്നൊക്കെ മഹാലക്ഷ്മിയോട് ലേഖ പറയുന്നുണ്ട്. പിന്നീട് കരുണയാവട്ടെ മോഹിനിയെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മോഹിനി റൂമിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ കരുണ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. മോഹിനിയുടെ മുഖം കണ്ട് അവളാണെങ്കിൽ ഷോക്കാവുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ, എൻ്റെ അച്ഛനെയും മുത്തശ്ശിയെയും നിങ്ങൾ എന്തിനാണ് കേസ് കൊടുത്ത് സ്റ്റേഷനിലേക്ക് കയറ്റിയതൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ മോഹിനി പറയുന്നുണ്ട്, അവരെന്നെ അത്രയ്ക്കും ക്രൂരമായിട്ടാണ് മോളെ ഉപദ്രവിച്ചത്, അതുകൊണ്ട് അവരതിനുള്ള ശിക്ഷ അനുഭവിക്കണമെന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോൾക്കും ഇത്തിരി അഹങ്കാരം കൂടുതലാണ്, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ അച്ഛനെയും മുത്തശ്ശിയെയും പുറത്തിറക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് ലേഖയും അനന്തവും മഹിയും വരുന്നുണ്ട്. ഓഹോ, അമ്മയെ ഭീഷണിപ്പെടുത്തി കാര്യം നേടാമെന്നാണോ നീ കരുതിയിരിക്കുന്നതെന്ന് ലേഖ ചോദിക്കുന്നു. അതെ, നിങ്ങളിതിൽ ഇടപെടണ്ട, ഇത് ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള കാര്യങ്ങളാണെന്ന് കരുണ പറയുമ്പോൾ ഞങ്ങൾ ഇടപെടും, കാരണം ഇനി മുതൽ അമ്മ ഞങ്ങളോടൊപ്പമാണ് ഇരിക്കാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ കാലിൻ ചുവട്ടിലേക്ക് എന്തായാലും വരാൻ പോകുന്നില്ല. മാത്രമല്ല ഈ പാവം പിടിച്ച അമ്മയെയും മഹിയെയും ദ്രോഹിച്ച് നിങ്ങൾക്ക് മതി വന്നിട്ടില്ല, അതിനൊക്കെ ഒരു അവസാനം വരുത്തണമല്ലോ. എന്തായാലും ഈ കേസ് വാദിക്കാനായിട്ട് പോകുന്നത് എൻ്റെ ഭർത്താവ് അനന്തുവേട്ടൻ തന്നെയാണ്. അനന്തുവേട്ടനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, പ്രഗത്ഭനായിട്ടുള്ള വക്കീൽ തന്നെയാണ്, വാദിച്ച് ജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ കരുണയോട് പറയുമ്പോൾ കരുണയാണെങ്കിൽ ആകെ പതറിപ്പോവുകയാണ്. അമ്മയുടെ മുന്നിൽ നിന്നും കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അമ്മ ഞങ്ങൾ പറയുന്നത് ഇനി കേൾക്കത്തുള്ളൂ, അതുകൊണ്ട് മോൾ ഇവിടെ നിന്ന് വേർക്കാതെ വേഗം ചെന്ന് അച്ഛനോടും മുത്തശ്ശിയോടും കാര്യങ്ങൾ അറിയിക്കാൻ ഇങ്ങനെ പറയുകയാണ്. നിങ്ങളെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇറങ്ങി പോടി എന്നിങ്ങനെ ലേഖ പറയുകയാണ്. അങ്ങനെ കരുണ അവിടെ നിന്ന് പോയതിനു ശേഷം മോഹിനി പറയുന്നുണ്ട്, മക്കളെ ഈ കേസും കൂട്ടൊന്നും വേണ്ട, അവരെ പുറത്തിറക്കാനായിട്ട് പറയും, അമ്മയൊന്നും മിണ്ടാതിരിക്കെ, ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. എന്തായാലും ഈ വിവരങ്ങളൊക്കെ തന്നെ കരുണയാണെങ്കിൽ സ്റ്റേഷനിൽ ചെന്ന് അച്ഛനെയും മുത്തശ്ശിയെയും അറിയിക്കുന്നുണ്ട്. ഉണ്ണി വിചാരിച്ചാൽ പോലും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയില്ല മോളെ, ഇനിയും അവന് ഒരു മണ്ണുണ്ണിയാണല്ലോ, പിന്നെ മോള് ചെന്ന് കണ്ണനോട് കാര്യങ്ങൾ പറയും, കണ്ണൻ വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. അങ്ങനെ കരുണയാണെങ്കിൽ അതും തീരുമാനിക്കുകയാണ്. പിന്നീട് കണ്ണനെ കാണാനായിട്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് കണ്ണനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനും അറിഞ്ഞിരുന്നു, പിന്നെ ഈ മഹാലക്ഷ്മിയുടെ അമ്മയെ അത്തരത്തിലാണ് ദ്രോഹിച്ചതെന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എനിക്കിതിൽ ഇടപെടാനായിട്ട് കഴിയില്ല, കാരണം ഗാർഹിക പീഡനവും മറ്റുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്, പിന്നെ അനന്തുവാണല്ലോ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം, കരുണ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. എന്തായാലും കരുണയാണെങ്കിൽ ശത്രുക്കളുടെ കാല് പിടിച്ച് ആകെ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.